മാനം സംരക്ഷിച്ച സുധീഷിനോട് നന്ദി പറഞ്ഞ് നിധി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കാറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ എല്ലാവരും കൂടിച്ചേർന്ന് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിലുള്ളടക്കം എന്ന് പറയുന്നത്, നമ്മുടെ നിധിയെ വെറുതെ 5 ആണുങ്ങളുടെ കൂടെ ജീവിക്കുന്നവളാണെന്നും പറഞ്ഞ് അഞ്ജലി എന്ന് വിളിച്ച് കളിയാക്കുന്നൊരു കാഴ്ച. ഇതേ സമയമാണെങ്കിൽ എന്ത് പറ്റുന്നു, സുധീഷിനതത്ര ദഹിക്കുന്നില്ല. സുധീഷാണെങ്കിൽ നിധിയുടെ കയ്യും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഏട്ടനുമുണ്ട് അനിയനുമുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നടു റോട്ടിൽ ചെന്ന് നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാണ് നിധി അങ്ങനെ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിനോട് പറയുന്നുണ്ട്, ദേ അവനാണ് എന്ന്. ഇതേ സമയമാണെങ്കിൽ എന്ത് ചെയ്യുന്നു, സുധീഷ് നേരെ ചെന്ന് അവൻ്റെ ചെപ്പ നോക്കി ഒരടി അടിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. കൂടാതെ തന്നെയാണെങ്കിൽ ബാക്കി എല്ലാവരെയും നമ്മുടെ ഏട്ടനും അനിയനും കൂടി തല്ലിച്ചതയ്ക്കുന്നു. ഒടുവിൽ സുധീഷ് പറയുന്നുണ്ട്, മേലിൽ എൻ്റെ ഭാര്യയെ അങ്ങനെ വിളിക്കരുത്. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സുധീഷിൻ്റെ ഭാര്യ. ഇവരൊക്കെ അതായത് അവളുടെ സഹോദരങ്ങളാണ്. ഇനി നീ മറക്കരുത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ തല്ല് കിട്ടിയവനാണെങ്കിൽ നമ്മുടെ കിളിക്കൂട്ടിലെ തന്നെ ആരുടെ ഒരു സഹോദരൻ്റെ കാമുകിയുടെ ജ്യേഷ്ഠനാണെന്ന് കാണാം. ഇതേ സമയം തല്ലുകിട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെന്താ പറ്റിയത് എന്ന് അച്ഛനമ്മയും ചോദിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവാത്ത വിധത്തിൽ പറയുന്നുണ്ട്. ആ കിളിക്കൂട്ടിൽ അവർ തല്ലിയതാണ് എന്ന് പറയുമ്പോൾ വളരെയധികം നമ്മുടെ കാമുകി വിഷമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പറയുന്നുണ്ട്, ഒരു കാരണവുമില്ലാതെ അങ്ങനെ അവർ ഏട്ടനെ തല്ലില്ല. കാരണം പറയാനായിട്ട് പറയുമ്പോൾ കളിയാക്കിയതുവരെ നമ്മുടെ കാമുകി പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ലജ്ജ തോന്നുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് നിധിയാണെങ്കിൽ തൻ്റെ അഭിമാനം സംരക്ഷിച്ചതിന് നന്ദി പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. സുധീഷേ, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ ഇതേ സമയം സുധീഷ് പറയുന്നുണ്ട്, നന്ദിയൊന്നും വേണ്ട, നീയിപ്പോൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഈ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് സുധീഷ് പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ